വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പെട്ടെന്ന് ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതായത് ഇത് കുറേ നേരം സബോള വഴറ്റിയിട്ട് അങ്ങനെയൊന്നും റെഡിയാക്കുന്നതല്ല. പെട്ടെന്ന് നമുക്ക് എല്ലാ മിക്സും കൂടി ഒന്ന് കൂട്ടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ചിക്കൻ ഇവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി എല്ലുള്ള പീസുകളാണ് ചിക്കന് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിത്തണ്ട്, പിന്നെ കുറച്ച് ചേരുവകൾ ഞാനിപ്പോൾ ഇവിടെ പറയാം. അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് മല്ലിത്തണ്ട്, ഒരു വലിയൊരു സ്പൂണ് മല്ലിയുടെ തണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്രയാണ്ട് സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയല്ല, ഇച്ചിരി എരിവ് കുറവുള്ള ഒരു ബിരിയാണിയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോണേ. പിന്നെ അതിലേക്ക് വേണ്ടത് വലിയൊരു പീസ് ഇഞ്ചിയാണ്. പിന്നെ നമുക്ക് കുറച്ച് 6 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് പട്ട, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഗ്രാമ്പു, ചെറിയൊരു പീസ് തക്കോലം, പിന്നെ 4 ഏലക്കായ, പിന്നെ 10-12 കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി വേപ്പില, അതൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട്സും പിന്നെ കിസ്മിസും നമ്മൾ 1 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 സബോള, പിന്നെ വലിയൊരു സബോള. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. 2 തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 1/2 തക്കാളി നമ്മളിതിലേക്ക് എടുക്കുന്നുണ്ട്. ചിക്കനിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഐറ്റംസാണ് അതൊക്കെ. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ നന്നായി ചതച്ചെടുക്കുക. അതുപോലെ പച്ചമുളക്, സബോള, തക്കാളി ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു കാര്യമാണ് തൈര്. അപ്പോൾ നമ്മളിവിടെ മല്ലിത്തണ്ടും പിന്നെ അതുപോലെ തന്നെ മഞ്ഞളെല്ലാം കൂടി ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കൂട്ടെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സും കിസ്മിസും പിന്നെ പട്ട, അതുപോലെ ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം എല്ലാ ഐറ്റംസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 2 തക്കാളിയും പിന്നെ ചെറിയൊരു ഹാഫ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സബോള, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സബോള മുഴുവൻ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ ചിക്കൻ മാരിനേഷൻ ചെയ്തിട്ട് വെക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടീസ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ചേർക്കുന്നത്. 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ അധികം മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. ഇനി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുക്കുന്നതിന് പകരം മുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഇച്ചിരി കളർ കുറവായിരിക്കും ചിക്കൻ. നമ്മളിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ കുറവായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. ഇനി പച്ചമുളക് കുറച്ചിട്ട് അതുപോലെ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കണമെങ്കിൽ, കളറിന് വേണ്ടി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നന്നായി ഒന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ല് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ വേറെ ഒരു എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ പിറ്റേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടത്. നമ്മളിപ്പോൾ തലേന്ന് അത് ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോൾ ഇനിയത് പാകാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ അധികം വെള്ളം ചേർത്തിട്ടൊന്നുമല്ല നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സബോള മാറ്റി വെച്ചിട്ടുണ്ട്. 1 സബോള, അതുപോലെ ഒരു കൈപ്പിടി കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക.
പിന്നെ നമുക്ക് വേണ്ടത് ഈ ചിക്കൻ എല്ലാം നമുക്കൊന്ന് പാകം ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ വേണ്ടത് അരി നമ്മൾക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ശരിക്കും ബിരിയാണി വയ്ക്കാനായിട്ട് നല്ലത് ജീരകശാല അരിയാണ്. ഇത് ഒന്നെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ഒരു കണക്കാണ് പറയുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇനി വേവിച്ച് ഈ അധികം വെന്ത് പോകുമെന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഊറ്റിയെടുക്കണമെങ്കിൽ റൈസ് ഊറ്റിയെടുക്കാം. ഇതിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണിത്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൈസ് വേവിക്കുമ്പോൾ നമുക്ക് ഒരു 1/2 തക്കാളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു 1/2 ലെമൺ. ഈ 1/2 ലെമൺ ശരിക്കും ഇതിൻ്റെ നീര് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1 കപ്പ് അരിക്ക് 1 ടീസ്പൂൺ നെയ്യ് എന്നുള്ള കണക്കിൽ 2 കപ്പ് അരിക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സബോള, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി, ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇനി ഈ ഒരു ഉരുളിയിൽ തന്നെയാണ് നമ്മളത് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ തീ കുറച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അധികം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടി പിടിച്ച് പോകും, അതിൻ്റെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഈ ഒരു ചിക്കൻ റെഡി ആയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തന്നെ റൈസ് ഇട്ടതിന് ശേഷം റൈസ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് ആ വേവിച്ചെടുത്ത റൈസ് നമ്മൾ ഇതിലെ മുകളിൽ ദമ്മിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ തീയിൽ തന്നെ തക്കാളി, സബോള എല്ലാം വഴറ്റി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കളറ്, അതായത് മുളക് പൊടിയുടെ കളറ് പോരാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വറുത്ത് റോസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ റെഡിയാക്കി സാധാരണ ബിരിയാണിക്ക് എടുക്കുന്ന പോലെ എടുക്കാം. ഇതിപ്പോൾ വേറൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വയ്ക്കുന്നത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തു. ചെറിയ പീസസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ റൈസിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിച്ചിരി ഒന്ന് തക്കാളി ഒന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിക്ക് അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു 1/2 ലെമൺ, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് കുരുവൊന്നും വീഴാതെ പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഈ വെള്ളത്തിൽ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൈസ് ഇട്ട് കൊടുത്താലും ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല റൈസ്. അപ്പോൾ കുരു മാറ്റിയിട്ട് കുരു അതിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചവർപ്പ് എടുക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് കുരു ഇല്ലാതെ ആ ജ്യൂസ് മാത്രം ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം.
ഇനി വേണ്ടത് അതിൽ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ റൈസ് ഇട്ടതിന് ശേഷം, ഇതിപ്പോൾ കുക്കറിൽ വെച്ചിട്ടുള്ള റൈസാണ്, അല്ലെങ്കിൽ അത് റൈസ് ഇതുപോലെ വേവിച്ച് ഊറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും അരിഞ്ഞു വെക്കണം. അപ്പോൾ നമ്മൾ ഈ റൈസ്, നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ തീരെ ഒട്ടാതെ നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ റൈസ്. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് മല്ലിച്ചപ്പ്, പുതിനയില അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് ഒഴിക്കണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ സബോള, അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂ നട്ട്സൊക്കെ ഇതിന് മെതിരി കൊടുക്കുക. പിന്നെ നമ്മുടെ റൈസ് മുകളിലിട്ടതിന് ശേഷം ഒരു ട്രിപ്പ് കൂടി നമ്മുടെ മല്ലിച്ചപ്പ്, പുതിനയില, അതുപോലെ തന്നെ സബോള അരിഞ്ഞത്, വറുത്തത് അതൊക്കെയും കൂടി ഒന്ന് മുകളിൽ വെറുതെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നിട്ട് അതിലെ ആ ഗ്രേവി മാത്രം നമുക്കൊരു പ്ലേറ്റിൽ വെക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ആവശ്യമുള്ള റൈസ് നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യമുള്ള ചിക്കനും അതുപോലെ ഗ്രേവിയും നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. പിന്നെ ഇതുപോലെ ഒരു ബൗളിലാക്കിയതിന് ശേഷം റൈസ് ഇതുപോലെ വെച്ച് കൊടുക്കാം.